പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുമായി ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവിനെ പഠിപ്പിച്ച വിഷയങ്ങളുമായി ഒരുമിച്ച് അരിമം കർത്താവിൽ ശരണപ്പെടുകയാണ്. कई बार हमारे दिन में हमारे जिंदगी में परमेश्वर की आत्मा हमें कुछ बातें सिखाता है. उन बातों के बीच में मैं आपको आज की कुछ बातें बताना चाहूंगा. നാം മത്തായി സുവിശേഷം 14 അധ്യായത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്ക് വേഗത്തിൽ വരാം. हम मत्ती की सुसमाचार चौथे अध्याय में हम कुछ बात पढ़ते हैं. 14 अध्याय में आएंगे. मत्ती 14 अध्याय में അതിന്റെ 19 വാക്യം നമുക്കൊന്ന് വേഗത്തിൽ വായിക്കാം. उसका 19वां वचन हम पढ़ने जा रहे हैं. 14 അധ്യായത്തിന്റെ 19 വാക്യം വളരെ സുപരിചിതമായ ഭാഗമാണ്. 14वें अध्याय का 19वां वचन हम पढ़ना चाहेंगे. वो बहुत ही सुपरिचित आयत है. വായിക്കുന്നു, ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. वहाँ ऐसा लिखा हुआ है, तब उसने लोगों को घास पर बैठने को कहा और उन 5 रोटियों और 2 मछलियों को लिया और स्वर्ग की ओर देखकर धन्यवाद किया और रोटी तोड़ कर चेलों को दी और चेलों ने लोगों को. വായിക്കുന്നു, കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി എന്ന് വായിക്കുന്നു. वहाँ ऐसा लिखा है कि यीशु मसीह ने अपनी आंखों को स्वर्ग की ओर उठाया और धन्यवाद दिया. എന്റെ പ്രാർത്ഥനാ സമയത്ത് ഞാൻ ദൈവസന്നിധിയിൽ ഈ വാക്യം ധ്യാനിച്ചപ്പോൾ എന്റെ ഉള്ളിൽ ദൈവം നൽകിയ ചില ചിന്തകളുമായിട്ട് നിരാവധി ദൈവമാകെ ഞാനായിരിക്കുക. मेरे प्रार्थना समय में जब मैं ये वचन पढ़ रहा था तो मेरे मन में आनंद आया. मैंने प्रभु को धन्यवाद किया. ആമേൻ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ഇന്ന് രാവിലെ ഈ വാക്യങ്ങൾ ശ്രദ്ധിക്കാം. आज के दिन हम प्रार्थना सहित हम बैठेंगे. എല്ലാ ബഹുമാന ദൈവദാസന്മാർക്കും ഞാൻ വന്ദനം അറിയിക്കുന്നു. सारे आदरणीय दासों का मैं धन्यवाद करता हूं. ബഹുമാനത്തോടെ ആമേൻ എല്ലാവർക്കും ഞാൻ സ്തോത്രം ചെയ്ത് നമ്മളെ സഹായിക്കട്ടെ. बहुत आदर के साथ मैं आप सबका स्वागत करता हूं. ആമേൻ. വായിക്കുന്നു, ഇവിടെ യോഹന്നാൻ സ്നാപകന്റെ മരണത്തെ കുറിച്ചുള്ള സന്ദേശം അറിഞ്ഞ കർത്താവ് ഏകനായി പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നുപോയ ചരിത്രമാണ് ഈ 14 അധ്യായത്തിന്റെ ഭാഗങ്ങൾ വായിക്കുന്നത്. हम जो 14वें अध्याय का हम जो भाग पढ़ रहे थे, उस भाग में ऐसा कहानी है पीछे का कि यूहन्ना बपतिस्मा देने वाले की हत्या के बाद यीशु मसीह एकांत में जाकर के समय बिता रहा है. 14 അധ്യായത്തിന്റെ 12 വാക്യത്തിൽ ആ വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവന്റെ ശിഷ്യന്മാർ ചെന്ന് ഉടലെടുത്ത് കുഴിച്ചിട്ടു, പിന്നെ വന്ന് യേശുവിനെ അറിയിച്ചു. 14 वहाँ पे 14वें के 12वें अध्याय में लिखा हुआ है कि यूहन्ना के चेले यार उसके शव को लेकर जाकर गाड़ दिया और जाकर यीशु को समाचार दिया. അപ്പോൾ വായിക്കുന്നു, കർത്താവ് യോഹന്നാൻ സ്നാപകന്റെ മരണവാർത്ത അറിഞ്ഞ് തൊട്ട് താഴെ അടുത്ത വാക്യം വായിക്കുന്നു. 13 വാക്യത്തിൽ അവിടം വിട്ട് പടകേറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ട് പോയെന്ന് വായിക്കുന്നു. उसके अगले आयत में लिखा हुआ है, तब यीशु ने सुना तो वह नाव पर चढ़कर वहां से किसी सुनसान जगह को एकांत में चला गया. യോഹന്നാൻ സ്നാപകന്റെ മരണത്തോട് ബന്ധത്തിൽ വളരെ മാനസിക സമ്മർദ്ദത്തിലായി കർത്താവ് നമുക്കറിയാം. ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. हम जब अध्याय को पढ़ते हैं तो हम समझ सकते हैं कि यीशु मसीह बहुत सी मानसिक तनाव से होकर गुजर रहे हैं. ആമേൻ. എന്നാൽ അവിടെ നിർജ്ജനമായ സ്ഥലത്ത് ചെന്ന് ആമേൻ കർത്താവ് സമയം വേർതിരിക്കുന്നു. അവിടേക്ക് ഒരു വലിയ പുരുഷാരം വന്ന് അവിടെ നമുക്കറിയാം കർത്താവ് ചെയ്ത വലിയ അത്ഭുതമാണ് ഈ ഭാഗത്തെ പ്രതിപാദ്യ വിഷയം. जब वो एकांत में बैठा था तो एक बहुत ही बड़ी भीड़ उसके पीछे होली थी और उसके पीछे बहुत ही बड़ा प्रभु का आश्चर्यकर्म हम समझते हैं. ആമേൻ. ശ്രദ്ധിക്കുക. അപ്പോൾ കർത്താവ് ഇവിടെ മരുഭൂമിയിൽ അല്ലെങ്കിൽ ഏകാന്ത സ്ഥലത്തിരിക്കുമ്പോൾ വലിയൊരു പുരുഷാരം യേശുവിനെ അന്വേഷിച്ച് വന്നു. യേശു അവരെ ഉപദേശിക്കുന്നു. പിന്നെ കർത്താവ് അവരെ പോഷിപ്പിക്കുവാൻ വേണ്ടി തയ്യാറാകുന്ന വിഷയമാണല്ലോ ഇവരുടെ ചരിത്ര ഭാഗം. हम जानते हैं यीशु मसीह जब एकांत में बैठा था तो नगर नगर के लोग भीड़ बनाकर, बहुत ही बड़ी भीड़ उसके पीछे थी और उनको खिलाने के लिए वो भूखे थे. यीशु मसीह ने उनको खिलाने का कुछ बंदोबस्त करने को कहा. നമുക്കറിയാം ഒരു ബാലന്റെ കയ്യിലെ 5 അപ്പവും 2 മീനും ഇപ്പോൾ യേശു കയ്യിലേക്ക് ലഭിക്കുന്നു. हम जानते हैं वहाँ पे एक बालक के रूप में, बालक के जरिए हमको 5 रोटी और 2 मछलियां मिलती हैं. മുമ്പിൽ വലിയൊരു പുരുഷാരം നാം നിരന്തരം വായിക്കുകയും പഠിക്കുകയും ആയിരക്കണക്കിന് നൂറുകണക്കിന് സന്ദേശം കേട്ട ഒരു ഭാഗമാണ് ഈ ഭാഗം. നമുക്കറിയാം യേശുവിന്റെ കയ്യിൽ ഒരു ബാലന്റെ അപ്പം, ആ ഒരു ബാലന്റെ ആഹാരമായി യേശു അവൻ ഇപ്പോൾ ഇവിടെ പുരുഷാരത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. हम बहुत बार इन वचनों से हम अपने संदेशों को सुन चुके हैं, कई बार इस वचन को मनन कर चुके हैं और इस वचन का कहना भी यही है कि यीशु मसीह के जरिए, उस बालक के जरिए बहुत बड़ी भीड़ को यीशु मसीह को 5 रोटी और 2 मछली से खिलाना था. ഒരു ബാലൻ കഴിക്കേണ്ട ആഹാരവും കയ്യിലെടുത്ത് നമ്മുടെ കർത്താവ് പുരുഷാരത്തിന് മുമ്പിൽ നിന്ന്
സ്വർഗത്തിലേക്ക് നോക്കി സ്തോത്രം ചെയ്യുന്ന വാക്കുകളാണ് നാം ഭാഗത്ത് വായിക്കുന്നത്. यहाँ पे हम पढ़ रहे थे कि यीशु मसीह 5 रोटी और 2 मछलियों को लेकर के स्वर्ग की ओर देख करके धन्यवाद कर रहा था. വളരെ പ്രാർത്ഥനയോടെ നാം ഈ വാക്യത്തിലേക്ക് ചെന്നാൽ ദൈവാത്മാവ് നമ്മൾ ഹൃദ്യമായി സംസാരിക്കും. अगर हम गहराई से इन वचनों के पास जाएंगे तो परमेश्वर की आत्मा हमसे बात करेगा. ആമേൻ. ശ്രദ്ധയോടിരിക്കണം, വളരെ പ്രാർത്ഥന ഇരുന്നാട്ടെ. बहुत ही ध्यान से और प्रार्थना पूर्वक. പലപ്പോഴും ഇപ്രകാരമുള്ള വലിയ പുരുഷാരത്തിന്റെ മുമ്പിൽ ഈ കയ്യിലിരിക്കുന്ന നമ്മുടെ ഈ ബാലന്റെ ആഹാരത്തെ കണ്ട് പലപ്പോൾ എടുത്തുകൊണ്ട് പലപ്പോൾ നമുക്ക് സ്തോത്രം ചെയ്യാൻ കഴിയാറുണ്ടോ? हम कई बार अपने आप से सवाल पूछना है कि जब बड़ी मुसीबत आती है तो हमारे बीच में इस बालक के जरिए अगर 5 रोटी 2 मछली काम आते हैं तो हम क्या धन्यवाद करते हैं? ആമേൻ. നമ്മുടെ കയ്യിലെ പ്രതിസന്ധികൾ, മുമ്പ് നിൽക്കുന്ന വിഷയങ്ങളുടെ വലിപ്പം വളരെയാണ്. പക്ഷേ നമ്മുടെ കയ്യിലുള്ള അതിന്റെ റിസോഴ്സ്, നമ്മുടെ കയ്യിലുള്ള അതിന്റെ മറുപടി വളരെ ചെറുതായി നമുക്ക് തോന്നുമ്പോൾ നമ്മൾ കർത്താവിന് സ്തോത്രം ചെയ്യാറുണ്ടോ എന്നുള്ളതാണ് ഇന്ന് രാവിലെ നമ്മുടെ ചിന്താ വിഷയം. अगर हमारी परेशानियां मुसीबतें बहुत बड़ी हैं और हमारे पास जो उसका परिणाम है, उसका उपाय है बहुत कम है, तो उसको सोच के हम धन्यवाद कभी करते हैं कि नहीं? ആമേ. വലിയൊരു പുരുഷാരം നിൽക്കുന്നു. യേശുവിന്റെ കയ്യിൽ ഒരു ചെറിയ ഒരു ബാലന്റെ ആഹാരം. ആ പുരുഷാരത്തിന്റെ വലിപ്പം നോക്കിയാൽ ഈ ആഹാര പദാർത്ഥങ്ങൾ ഒന്നുമില്ല. പക്ഷേ ആമേൻ, ആ ചെറിയ ബാലന്റെ ആമേൻ വയറ് പറയാൻ വേണ്ടി ആമേൻ അത് പര്യാപ്തമായ ആഹാരമെടുത്ത് കർത്താവ് സ്വർഗത്തേക്ക് നോക്കി സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. एक बहुत ही बड़ी भीड़ यीशु मसीह के सामने खड़ी है और यीशु मसीह के हाथों में एक बालक के 5 रोटी और 2 मछली है. वो उनके सामने बहुत ही कम है, उस भीड़ के सामने कुछ भी नहीं है, पर परमेश्वर यीशु मसीह उन भोजन को लेकर के स्वर्ग की ओर देखकर धन्यवाद करता है. നാം ശ്രദ്ധിക്കണം, രാവിലെ അവൻ വളരെ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ അത് വളരെ യോഹന്നാന്റെ മരണം നിമിത്തം വലിയ മാനസിക പ്രതിസന്ധി. ഒരു ഭാഗത്ത് മുമ്പിൽ വലിയൊരു പുരുഷാരം ആഹാരത്തിന് വേണ്ടി വിശന്നിരിക്കുന്ന വലിയൊരു കൂട്ടം ആളുകൾ. ആമെ കയ്യിൽ അവർ കൊടുക്കുവാനുള്ള ആഹാരത്തിന് ചെറിയൊരു ബാലന്റെ ആഹാരം മാത്രമുള്ളപ്പോഴും സ്വർഗത്തിലേക്ക് നോക്കി ധന്യവാദ് ആമെ സ്തോത്രം ചെയ്യുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നസ്രയനെയാണ് നാം ഈ ഭാഗത്ത് കാണുന്നത്. हम यहाँ देख रहे हैं कि यीशु मसीह के मन में एक बात चल रही है. 2 बातों के जरिए वो गुजर रहा है. एक तरफ है कि यूहन्ना बपतिस्मा देने वाले की मृत्यु, उसकी वो निराशा, उसके सामने दूसरी है कि बहुत बड़ी भीड़ यीशु मसीह के सामने खड़ी. इन सारे बातों के बीच में, तनाव के बीच में भी परमेश्वर यीशु मसीह उस 2 मछली और 5 रोटी को लेकर धन्यवाद करता है. പ്രതിസന്ധി മധ്യേ പ്രാർത്ഥനാ സമയത്ത് ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ എന്റെ ഉള്ളിൽ വലിയ ധൈര്യം നൽകിയൊരു വാക്കാണ് ഈ വാക്യമാണ് ഇന്ന് രാവിലെ ഒരുമിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. मेरे प्रार्थना समय में जब मैं वचन पढ़ रहा था तो मुझे बहुत ही धैर्य मिला इस वचन को पढ़ के. അവയെ പലപ്പോഴും അത്ഭുതങ്ങൾ നടന്ന ശേഷം ആമേ നന്ദി പറയുന്നത് വളരെ ഈസിയാണ്. നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയും. कई बार जब मुसीबतों के सामने हम लोग खड़े होते हैं तो वहां पे धन्यवाद करेंगे. अद्भुतों के बाद उस मुश्किलों के बाद अगर हम उस बातों का धन्यवाद करेंगे तो मन बहुत सुकून होता है. ആമേ വലിയ മിറക്കിൾ നടന്നതിന് ശേഷം, അത്ഭുതങ്ങൾ നടന്നതിന് ശേഷം ആമേ കർത്താവിന് സ്തോത്രം ചെയ്യുന്നത് വളരെ ഈസിയാണ്. हम मुसीबतों के बाद परमेश्वर का धन्यवाद करना आसान है. ആമേൻ. ആമേ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ച ശേഷം എത്ര ആമേൻ സന്തോഷത്തോടെ പറയും, കർത്താവേ നീ ചെയ്ത വലിയ അത്ഭുതങ്ങൾക്കായി സ്തോത്രം. परमेश्वर के चमत्कार होने के बाद का हम धन्यवाद करना बहुत आसान है. ആമേ. എന്നാൽ വായിക്കുന്നു, കയ്യിലൊന്നുമില്ലാതിരിക്കുമ്പോഴും പുരുഷാർ മുമ്പിൽ വെറും കൈയോടെ ആമേൻ, അല്ലെങ്കിൽ ആ കയ്യിൽ ഒരു ബാലന്റെ അപ്പം മാത്രമുള്ളപ്പോഴും ഹല്ലേലൂയ ആമേ പിതാവിനെ നോക്കി ധന്യവാദ് ചെയ്യുന്ന, നന്ദി പറയുന്ന, അല്ലെങ്കിൽ ഈ അവസരത്തിലും മാനസികമായ പ്രതിസന്ധികളുണ്ട്. ആ മുമ്പിൽ പുരുഷാരം വലിയവയാണ്. ആമേൻ. ഇവിടെ ആഹാരത്തിനും അപ്പത്തിനും വഴിയില്ലാത്ത ഇടങ്ങളിലും കർത്താവിന് എനിക്ക് വേണ്ടി ആമേൻ ഈ ഉപാധി നീ ഒരുക്കിയല്ലോ എന്നോർത്ത് പിതാവിന് നന്ദി പറയുന്ന കർത്താവിനെ നാം ഈ ഭാഗം ദർശിക്കുകയാണ്. लेकिन हम यहाँ देखते हैं कि यीशु मसीह के हाथों में एक बालक के भोजन है. उसके उस भीड़ के सामने वो कुछ भी नहीं है, लेकिन वो यीशु मसीह स्वर्ग की ओर देख करके उस भोजन को देख करके धन्यवाद करते हैं. ഇന്ന് രാവിലെ നമ്മോട് ചോദിക്കാം, നാം ആയിരുന്നെങ്കിൽ യേശു കർത്താവിന്റെ സ്ഥാനത്ത് നാം ആയിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് എന്ത് ചെയ്തേനെ? आज के दिन अपने आप से सवाल पूछें, अपने आप को जांचें कि यीशु मसीह की जगह उस दिन हम लोग होते तो हम क्या करते? ഞാൻ വളരെ ധ്യാനത്തോടെ ശ്രദ്ധയോടെ ഈ സന്ദേശം ശ്രദ്ധിക്കണമേ. ആമേൻ. ആ ഭീടിന് മധ്യേ, ആ വലിയ പുരുഷാരത്തിന്റെ നടുവിൽ ആമേൻ ഉള്ളിൽ യോഹന്നാന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ നിരാശ ഒരു ഭാഗത്തുണ്ട്. എല്ലാം ഉള്ളപ്പോഴും ആമേ കയ്യിൽ ലഭിച്ച അല്പമായ ചെറിയൊരു റൊട്ടി കഷ്ണവുമായി എടുത്ത് ധന്യവാദ് ആമേ കർത്താവിന് നന്ദി പറയുവാൻ ആമേ നാം തയ്യാറാകുമോ എന്ന് ഇന്ന് രാവിലെ നമുക്കൊരു ആത്മപരിശോധന നടത്താം. उस दिन अगर उस यीशु मसीह की जगह हम होते
तो उस बहुत बड़ी संकट के बीच में यूहन्ना बपतिस्मा देने वाले की मृत्यु के बाद उस बहुत ही बड़ी भीड़ को भोजन खिलाना है और हाथों में कुछ रोटियों के टुकड़े हैं। इन बातों को देख करके हम उस समय क्या करेंगे, अपने आप से पूछें। എത്ര പേര് ഇന്ന് രാവിലെ ഈ വാക്യത്തിന് മുമ്പിൽ കർത്താവ് നന്ദി പറയാൻ, കർത്താവേ യാമേ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ നീ ഇതിന് നടുവിലും എനിക്ക് നൽകിയ ഈ ചെറിയ ഒരു ബാലന്റെ അപ്പത്തിനായി സ്തോത്രം കർത്താവേ. ആമേൻ. എനിക്ക് ഒരു കാര്യം അറിയാം. ഹല്ലേലൂയ. നമുക്കറിയാം ഹൃദയം നിറഞ്ഞു കവിയുന്നത് അധരത്തിലൂടെ സംസാരിക്കുന്നു അല്ലേ. दिल भर जाता है वो मुंह से बोलते हैं हम लोग। हाँ, हम लोग अपने आप से सवाल पूछे और अपने आप से पूछे कि अगर उस समय अगर हम होते तो हम धन्यवाद करते, क्योंकि ऐसा मोमेंट आता है कि जब धन्यवाद करके धन्यवाद दिल में भरता है तो मुंह से निकलता है। हमें ശ്രദ്ധിക്കണമേ, കയ്യിൽ ഒരു ബാലന്റെ അപ്പമേ ഉള്ളൂ, പക്ഷേ കർത്താവിന് ഹൃദയം ആമേ ഗ്രാറ്റിറ്റ്യൂഡ്, അത് കൃതജ്ഞത കൊണ്ട് ആമേ നിറഞ്ഞതാണെന്ന് നമുക്കറിയാം ഈ ഭാഗത്ത്. हाँ, भले ही हाथ में यीशु मसीह के कुछ ही रोटी के टुकड़े हैं, पर परमेश्वर का दिल धन्यवाद से भरा हुआ है। ആമേ നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയപ്പെടട്ടെ. हमारा दिल धन्यवाद से भरने पाए। ആമേ പ്രതിസന്ധിയുടെ നടുവിലും ആമേ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്ന വിശാലമുള്ള ഹൃദയം നമുക്കുണ്ടാകട്ടെ. मुसीबतों के बीच में परमेश्वर का धन्यवाद करने वाला दिल हमारा होने पाए। ആമേ കർത്താവേ, മരുഭൂമിയിലും കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവേ നീ എന്നെ ഒരുക്കിയതോർത്ത് പിതാവിന് നന്ദി പറയുന്ന യേശുവിനെയാണ് ഈ ഭാഗത്ത് കാണുന്നത്. मरुभूमि में भी हमें सामर्थ के साथ बढ़ाने वाला, हमें सुसमाचार को बढ़ाने वाला परमेश्वर हमारे साथ खड़ा हुआ है। നിർജ്ജന പ്രദേശത്തും വലിയ പുരുഷാരത്തെ ഒരുക്കി അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ ദൈവമേ നീ എന്നെ ഈ മരുഭൂമിയിലും അവസരം ഒരുക്കിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിന് നന്ദി പറയുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് പറയാൻ, കർത്താവേ ഈ മരുഭൂപ്രയാണത്തിൽ നീ എനിക്ക് നൽകിയ എല്ലാ നന്മകൾക്കായി നന്ദി കർത്താവേ. उस मरुभूमि में बहुत ही बड़ी भीड़ को खिलाने का, उस मरुभूमि में सुसमाचार सुनाने का जो सामर्थ्य दिया हुआ, सौभाग्य दिया यीशु मसीह को बोल करके आज बोलेंगे कि परमेश्वर तेरा धन्यवाद हो। പലപ്പോഴും കർത്താവേ പ്രതിസന്ധി വലിയതാണ്, പുരുഷാരം 5000-ൽ പരം ആമേൻ ഈ ചെറിയ ബാലന്റെ അപ്പം എന്തുള്ളൂ എന്ന് പലപ്പോഴും പല ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളെയാണ് നമുക്ക് ചുറ്റും കാണാറുള്ളത്. हम कई बार देखते हैं अपने आसपास के लोगों में, जब उनकी जिंदगी में मुसीबत आते हैं, बहुत ही बड़ी कठिनाइयों से गुजरते हैं, तो उनके सामने छोटी मुसीबत आते हैं तो वो कुछ नहीं कर पाते हैं। അവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഇടമാണ് ഇപ്രകാരമുള്ള പരീക്ഷയുടെ ഘട്ടങ്ങൾ. जब वो इस मुसीबत से होकर गुजरते हैं तो कई सारे सवाल वो पूछते हैं। എന്തിനു എന്നെ നിർജ്ജന പ്രദേശത്ത് കൊണ്ടുവന്നു? आपने मुझे क्यों यहाँ पे भेजा है? ഇത്ര വലിയ പുരുഷാരത്തിന് ഈ അപ്പം എന്തുള്ളൂ? इस बड़े भीड़ के लिए ये रोटियां क्या ही हैं? എന്തുകൊണ്ട് കാര്യങ്ങൾ ആമേൻ അനുകൂലമായി വരുന്നില്ല? किस लिए ये हमारी परिस्थितियां हमारी विपरीत हो रही हैं? ശുശ്രൂഷകളിൽ പല വെല്ലുവിളികൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നു? सेविकाई में कई सारी कठिनाइयां क्यों हो रही हैं? ആമേൻ നന്മകളുടെ വലിപ്പം എന്തുകൊണ്ട് കുറഞ്ഞു വരുന്നു? हमारे ऊपर दया क्यों कम हो रही है? ആമേൻ കയ്യിൽ എന്തുകൊണ്ട് ആമേൻ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ വലിയ നന്മയുടെ വലിയ ശേഖരങ്ങൾ എന്തുകൊണ്ട് കയ്യിൽ ലഭിക്കുന്നില്ല? क्या हमारे हाथों में क्यों दया, हमारे हाथों में क्यों सामर्थ्य का कार्य नहीं हो रहा है? ശ്രദ്ധിക്കുക, ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ പലപ്പോഴും നാം ചോദിക്കാറുണ്ട്. कई बार हम भी परमेश्वर से सवाल पूछते हैं. ഇന്ന് രാവിലെ ശ്രദ്ധിക്കണമേ, ആമേ കർത്താവിന്റെ വാക്ക് കേട്ടോ, ആ അപ്പമെടുത്ത് പിതാവിനെ വാഴ്ത്തുന്ന, പിതാവിന് നന്ദി പറയുന്ന, പിതാ പരമേശ്വർ ധന്യവാദ് കർണേ വാല, കർത്താവിന് സ്തോത്രം ചെയ്യുന്ന യേശുവിനെയാണ് നാം ഭാഗത്ത് കാണുന്നത്. लेकिन हम यीशु मसीह को यहाँ देखते हैं कि इस मौके पे यीशु मसीह ने उन रोटी के टुकड़ों को स्वर्ग की ओर देख करके परमेश्वर का धन्यवाद किया. റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ വാക്യം ഇപ്രകാരമുണ്ട്. हम रोमियो की पुस्तक में आएंगे, उसकी 4थे अध्याय में एक ऐसी आयत है. ശ്രദ്ധിക്കുക, റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. रोमियो की पुस्तक 4थे अध्याय का 20वां वचन. ആ വാക്യത്തിലേക്ക് വരാം എല്ലാവർക്കും. റോമാലേഖനം 4-ാം അധ്യായം 20-ാം വാക്യം. വാക്യം ഇങ്ങനെയാണ്: ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. और ना विश्वासी होकर परमेश्वर की प्रतिज्ञा पर संदेह किया, पर विश्वास में दृढ़ होकर परमेश्वर की महिमा की. परमेश्वर को महिमा की, ദൈവത്തിന് മഹത്വം കൊടുത്തു. परमेश्वर को यहाँ लिखा है महिमा की. അബ്രഹാം, സാറ, അവരുടെ ചരിത്രമാണ് ഈ ഭാഗത്ത് വായിക്കുന്നത്. अब्राहम और सारा और उन लोगों के बारे में इस अध्याय में लिखा हुआ है. ഇസഹാക്ക് ജനിക്കുന്നതിന് മുമ്പ് വാഗ്ദത്തം മാത്രം വാക്കായി ശേഷിച്ചിരിക്കുമ്പോൾ, जब इसहाक के जन्म होने से पहले प्रतिज्ञा ही हमारे हाथों में सिर्फ थी. ആമേ അപ്പോൾ നമുക്കറിയാം, വായിക്കുന്നു,
ഇവിടെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അബ്രഹാമിനെയും സാറായുമാണ് കാണുന്നത്. लेकिन उस मौके पर भी देखते हैं कि अब्राहम और सारा परमेश्वर का धन्यवाद करते हैं. ആമേ കണ്ടോ, ആമേ ഇസ്ഹാക്ക് ജനിച്ചതിന് ശേഷം ഇസ്ഹാക്കിനെ കയ്യിലെടുത്ത് സ്തോത്രം ചെയ്യുന്ന, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന അബ്രഹാമിനെയും സാറായുമല്ല, ആമേ ജനിക്കുന്നതിന് മുമ്പേ, ശ്രദ്ധിക്കണമേ, ഹല്ലേലൂയ, അത്ഭുതങ്ങൾ നടക്കുന്നതിന് മുമ്പേ 5000 പുരുഷന്മാർ ആമേൻ അവ ഭക്ഷിച്ച് തൃപ്തിയാകുന്നതിന് മുമ്പേ കയ്യിലുള്ളവയെടുത്ത് സ്തോത്രം ചെയ്യുന്ന ചരിത്രമാണ് ഇന്ന് രാവിലെ നാം മനസ്സിലാക്കുന്നത്. बालक इसहाक उत्पन्न होने के बाद आनंद किया ऐसा नहीं लिखा, बल्कि इसहाक जन्म होने से पहले परमेश्वर का धन्यवाद किया. बहुत बड़ी भीड़ को खिलाने के लिए हाथ में कुछ ही रोटियां हैं. उन कुछ रोटियों को देख करके अद्भुत कार्य होने से पहले धन्यवाद करने वाले कुछ लोगों के बारे में आवाज पढ़ रहे हैं. ഇന്ന് രാവിലെ ശ്രദ്ധിക്കണമേ, പറയാമ കർത്താവ് എന്റെ ആയുസ്സിനായി സ്തോത്രം. आज के दिन परमेश्वर का धन्यवाद करे प्रभु अपने हमारी आयु का. എനിക്ക് നൽകിയ ആരോഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, हमें दिया हुआ आरोग्य के लिए धन्यवाद. കർത്താവ് പറയാമോ, ദൈവം എനിക്ക് നൽകിയ ബുദ്ധിക്കായി, ഓർമ്മശക്തിക്കായി സ്തോത്രം. परमेश्वर से धन्यवाद करे कि हमारी बुद्धि को बढ़ाया. പറയാമോ കർത്താവേ, എനിക്ക് നൽകിയ ശുശ്രൂഷകൾക്കായി നന്ദി അപ്പാ. प्रभु धन्यवाद करे कि हमें सेवकाई दिया. ആമേൻ. നമുക്ക് എന്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവയെ ചോദ്യം ചെയ്യാതെ ലഭിച്ചവയോർത്ത് നന്ദി പറയണമെന്നുള്ളതാണ് ഇന്നത്തെ ഈ സന്ദേശത്തിന്റെ സാരാംശം. थोड़ा ही है हमारे पास, उसको सोच करके प्रश्न करने की बजाय थोड़ा ही उसका धन्यवाद करने वाले आज हम बन सके. ബാലന്റെ കയ്യിലെ അപ്പം കയ്യിലേക്ക് മേടിച്ചിട്ട് 5 അപ്പവും 2 മീനും കയ്യിലെടുത്ത് പിതാവിനെ മഹത്വപ്പെടുത്തുന്ന നമ്മുടെ കർത്താവ്. हमारा परमेश्वर यहोवा ऐसा है कि वो उस बालक की 5 रोटी और 2 मछली को लेकर के स्वर्ग की ओर देख करके धन्यवाद किया. നാം പലപ്പോഴും ഇപ്രകാരമുള്ള പ്രതിസന്ധി മധ്യത്തിൽ ഈ അപ്പവും ഈ മീനും എടുത്ത് ദൈവത്തെ ഇപ്രകാരം സ്തോത്രം ചെയ്യുവാൻ നമുക്ക് കഴിയാറുണ്ടോ? हम अपने आप से सवाल पूछे कि अगर हम इस मौके पे होते और हमें ये 5 रोटी 2 मछलियां दी होती तो क्या हम स्वर्ग की ओर देखकर धन्यवाद करते? നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറഞ്ഞ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ഞാൻ രാവിലെ ആത്മാവിൽ പറയുന്നു, കയ്യിലെ ആ അപ്പത്തിന്റെ എണ്ണം വർദ്ധിക്കും. अगर हम धन्यवादी दिल से परमेश्वर को धन्यवाद करेंगे तो मैं आज कहना चाहूंगा कि वो टोकरियां रोटी से भर जाएंगी. അത്ഭുതങ്ങൾ സംഭവിക്കണമോ? കയ്യിലെ അപ്പത്തിന്റെ എണ്ണം വർദ്ധിക്കണമോ? ഹല്ലേലൂയ. സ്ഥിതികൾ മാറണമോ? ദൈവത്തിന് നന്ദിയോടെ പറയാൻ, കർത്താവേ എനിക്ക് ലഭിച്ച ഈ നന്മയ്ക്കായി നന്ദിയപ്പാ. अगर हमारे जीवन में, हमारे दिनचर्या में अगर धन्यवाद, अगर आश्चर्य कर्म होने के लिए अगर हमें एक ही जरिया है तो वह परमेश्वर को धन्यवाद करें. കയ്യിൽ ലഭിച്ചവ അല്പം എന്ന് പറഞ്ഞ് പിറുപിറുക്കാതെ ലഭിച്ച നന്മയ്ക്ക് പറയാൻ, കർത്താവേ ഈ ബാലന്റെ അപ്പത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. हाथ में थोड़ा सा ही है, इन बातों को लेकर के आपस में कुड़कुड़ाए ना, पर परमेश्वर को इन बातों को धन्यवाद करे. प्रभु इन छोटी चीजों के लिए धन्यवाद. ഒന്നുമില്ലായ്മയോടെ വെറും കൈയോടെ പുരുഷാർത്ഥത്തിന് മുമ്പ് നിൽക്കേണ്ടതായി വന്നില്ലല്ലോ, ഇവിടെ എനിക്ക് വേണ്ടി കരുതിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയുന്ന കർത്താവിനെയാണ് നാം ഈ വാക്യത്തിൽ പരിചയപ്പെടുന്നത്. खाली हाथ हम नहीं है, हमारे पास कुछ ना कुछ तो है. ये सोचने वाला यीशु मसीह, ये रोटी को परमेश्वर को धन्यवाद करने वाला यीशु मसीह के നിറഞ്ഞ ഹൃദയവുമായി ബാലന്റെ കയ്യിലെ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി പിതാവിന് നന്ദി പറഞ്ഞ യേശു കർത്താവിന്റെ കരത്തിലെ ബാലന്റെ അപ്പം പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ പര്യാപ്തമായ വലിയ വിരുന്നായി മാറുകയാ. अगर हम धन्यवादी दिल से यीशु मसीह धन्यवादी दिल से उस बालक का रोटियां ली, स्वर्ग की ओर देखकर धन्यवाद किया और वही कुछ रोटियां हजारों को खिलाने के लिए वो भोजन बन ഇന്ന് രാവിലെ പരിശുദ്ധാത്മ നിറവിൽ പറയാമോ, കർത്താവേ നന്ദി നന്ദി നന്ദി. आज के दिन परमेश्वर को सोच कर धन्यवाद करे. हमारे दिल आनंद से भरने पाए. വലിയ ആരാധനയുടെ അനുഭവങ്ങൾ ഹൃദയത്തിൽ നിറയട്ടെ. കാരണം ഹല്ലേലൂയ ഈ പുരുഷാരത്തിന് മധ്യേ ഹല്ലേലൂയ ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് അവസരം നൽകിയല്ലോ. आज के दिन हमारा दिल धन्यवाद से भरने पाए कि यीशु मसीह इस बहुत ही बड़ी भीड़ के बीच में आपने मुझे एक मौका दिया. നമുക്കറിയാം, ഇല്ലായ്മയെ നോക്കി പിറുപിറുത്താൽ നാം ചരിത്രത്തിൽ നിന്ന് പുറകോട്ട് മാറുന്ന ചരിത്രം നമുക്കറിയാം.
हम जानते हैं कि अगर मुसीबतों के बीच में हम कुड़कुड़ाए तो हम पीछे हो जाएंगे। इन बातों को हम चरित्र में देखते हैं। ആമേൻ. പിറുപിറുത്തവരുടെ ചരിത്രം തകർച്ചയാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. पवित्र शास्त्र कहती है कि कठिनाइयों के बीच में कुड़कुड़ाने वाले पीछे हट गए हैं। ആമേൻ. മരുഭൂമി യാത്രയിൽ 25 ലക്ഷത്തോളം ആളുകൾ മരിച്ച് ആമേൻ അവരുടെ ചരിത്രം അവസാനിക്കുവാൻ കാരണം അവർ പിറുപിറുത്തത് കൊണ്ടാണ്. हमारी भूमि में लाखों लोगों की संख्या घटने के पीछे, उनकी मृत्यु के पीछे एक ही कारण था कि वो आपस में कुड़कुड़ाते थे। അതുകൊണ്ട് രാവിലെ ആത്മ നിറവോടെ പറയാൻ, കർത്താവേ എനിക്ക് നൽകിയ ഈ നന്മയ്ക്കായി നന്ദി കർത്താവേ. इसके लिए आज के दिन हमारे पास जितना भी है, जो कुछ भी है, उस बातों को सोच करके परमेश्वर को धन्यवाद അവൻ करें। നമ്മെ വെറും കൈയോടെ നിർത്തിയിട്ടില്ല. हमें उसने खाली हाथ नहीं छोड़ा है। ഓ, അവൻ നമ്മളെ വെറും കൈയോടെ നിർത്തിയിട്ടില്ല. उसने हमें खाली हाथ कभी नहीं छोड़ा। ആമേൻ. അവൻ നമ്മുടെ കയ്യിൽ നന്മകളെ നൽകിയിട്ടുണ്ട്. उसने हमारे हाथ में उपकारों को दिए हैं। അവയെ ഓർത്ത് സ്തോത്രം പറയാമോ ഇന്ന് രാവിലെ? उपकारों को सोच के धन्यवाद करें। ആമേ. പുരുഷാരത്തിന് നടുവിൽ നിനക്ക് ലഭിച്ച നന്മ ഉയർത്തിന് നന്ദി പറയുമ്പോൾ ആമേ പുരുഷാരം നിന്നെ വിട്ട് പിരിയുന്ന മുമ്പ് നീ അവർക്ക് മുമ്പ് ഒരു അത്ഭുതമായി മാറും. एक भीड़ के सामने जो कुछ भी मिला है, उस छोटी सी का धन्यवाद करेंगे तो वही भीड़ आपके आने का कारण होगा। ആമേ. നീ ആ ശിശുവിന്റെ ബാലന്റെ അപ്പം എടുത്ത് സ്തോത്രം പറയാമോ കർത്താവേ? ഹല്ലേലൂയ. നീ ഈ അപ്പത്തെ അത്ഭുതമാക്കുന്നതിനായി സ്തോത്രം. छोटे रोटियों को लेकर के परमेश्वर का धन्यवाद करें कि परमेश्वर इन रोटियों को आप बढ़ाने के लिए धन्यवाद। നാം ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ ആത്മാവ് നിറഞ്ഞ് പറയാൻ, കർത്താവേ നന്മകൾക്കായി നന്ദി. आज के दिन जहाँ भी हम लोग बैठे हैं, वहाँ बैठ करके परमेश्वर को धन्यवाद करें। നമ്മുടെ അധരങ്ങൾ നന്ദിയാൽ നിറയട്ടെ. हमारे दिल धन्यवाद से भरने पाए। ഹൃദയങ്ങൾ നന്ദിയാൽ നിറഞ്ഞ അധരത്തിൽ പറയാൻ, കർത്താവേ ശിശുവിന്റെ ഈ ബാലന്റെ അപ്പത്തിനായി നന്ദി. हमारी जुबानों से धन्यवाद के शब्द निकलने पाए। ഹല്ലേലൂയ. हालेलुया। നമ്മുടെ കരങ്ങൾ വെറും കൈയോടെ നിർത്തിയിട്ടില്ല. നമ്മുടെ കയ്യിൽ നൽകിയവയ്ക്കായി സ്തോത്രം പറയാൻ, കർത്താവേ നന്ദി 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 അപ്പ. हमारे हाथों को खाली छोड़ने के बजाय परमेश्वर ने जो भी बातें दिया है, उन बातों को सोच कर आज धन्यवाद करें। നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് നാം ആ ബാലന്റെ ആമേ അപ്പങ്ങളെ അല്ലെങ്കിൽ ആഹാരത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ हमारे हाथों में अगर हमारे धन्यवाद के दिल के साथ अगर हम उस बालक के भोजन को अपने हाथों में लेंगे, ആമേൻ, ഇത് അത്ഭുതമായി മാറുകയാ. वो एक बड़े आश्चर्य कर्म का कारण होगा। നാം വായിക്കുന്നു 5000 പുരുഷന്മാർ തിന്ന് തൃപ്തരായി. हम जानते हैं कि 5000 पुरुषों भोजन करा के तृप्त कराया। കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും ആമേ എണ്ണം ആ ലിസ്റ്റിൽ പറഞ്ഞിട്ടില്ല. उस भाग में स्त्रियों का और बच्चों का लेख नहीं दिया गया ആമേ, है। വലിയൊരു പുരുഷാരമുണ്ടെന്ന് അർത്ഥം. इसका अर्थ ये है कि बहुत ही बड़ी एक भीड़ थी। അതുകൂടാതെ 12 കൊട്ട നിറച്ചുമെടുത്തു. इसके बाद भी 12 कटोरियां बच गई थी। ശ്രദ്ധിക്കണമേ, കർത്താവ് അത്ഭുതം ചെയ്ത് അവരുടെ വയറ് നിറച്ചു എന്നല്ല, പിന്നെ ആ റൊട്ടിയുടെ എണ്ണം വർദ്ധിപ്പിച്ചു എന്ന അർത്ഥം. परमेश्वर का अर्थ यही है कि मतलब उस भोजन को उस लोगों को तृप्त नहीं कराया, बल्कि उस भोजन को दुगना कर दिया। ആമേ, കർത്താവ് അവർ ഭക്ഷിച്ചു, ബാക്കി വന്നു. हाँ, वहाँ पे ऐसा लिखा, उनका कहने का मतलब यही है कि उनको खिलाया है नहीं, बल्कि वो खाना बच भी गया। അർത്ഥം കർത്താവ് കരങ്ങളിലേന്തി സ്തോത്രം പറഞ്ഞ ആ ബാലന്റെ അപ്പമുണ്ടല്ലോ, അത് ആമേൻ പെരുകി എന്ന അർത്ഥം. उसका अर्थ यही है कि यीशु मसीह ने उस रोटियों को लेकर के परमेश्वर का धन्यवाद किया और वो दुगना हो गया। ശ്രദ്ധിക്കണമേ, ആമേൻ, ആ ആവശ്യം വളരെ ഉള്ളപ്പോഴും നമ്മുടെ മുമ്പിൽ വെല്ലുവിളികൾ വലുതായി നിന്ന് നമുക്ക് വിരോധമായി സംസാരിക്കുമ്പോഴും നമ്മുടെ മുമ്പിൽ ആമേ കയ്യിൽ പര്യാപ്തമായതൊന്നുമില്ലാത്തപ്പോഴും അവയുടെ ആഴത്തെ അറിഞ്ഞ് സ്തോത്രം പറയുന്ന യേശു കർത്താവിനെയാണ് നാം ഈ ഭാഗത്ത് വായിക്കുന്നത്. हमारे हाथों में, हमारे मुश्किलों के बीच में अगर कुछ नहीं है हमारे हाथ में, हमारे पास कुछ हमारी समस्याओं से अगर मुकाबला करें तो हमारे हाथ में बहुत ही छोटी चीजें हैं, और उन छोटी चीजों को सोच करके धन्यवाद करने वाले यीशु मसीह के बारे में हम इस अध्याय में पढ़ रहे हैं। ശ്രദ്ധിക്കണമേ, പറയാമോ കർത്താവിലേക്ക് ലഭിച്ച എല്ലാത്തിനും നന്ദി. परमेश्वर को कहें, प्रभु हमें मिली हुई सारे उपकारों के लिए धन्यवाद। ശുശ്രൂഷയിൽ നാം ഒരു ഗ്രാമത്തിലാണോ വർക്ക് ചെയ്യുന്നത്, പറയാൻ, കർത്താവ് ഈ വലിയ ശുശ്രൂഷ കർത്താവ് നീ എന്നെ ഏൽപ്പിച്ചുവല്ലോ. अगर सेवकाई में अगर हम छोटे से गांव में सेवकाई करते हैं तो परमेश्वर को उस गांव के लिए धन्यवाद करें। ആമേൻ. നാം നയിക്കുന്ന സഭയിലെ ആളുകളുടെ എണ്ണം തീരെ കുറവാണ്. നാം അവയോർത്ത് സ്തോത്രം പറയാം. അത്ഭുതങ്ങൾ ദൈവം ജീവിക്കുന്നു. हमारे सभा में, हमारे प्रार्थनाओं में अगर कम गिनती के लोग आते हैं तो उन कम गिनती के लोगों के लिए परमेश्वर को धन्यवाद करें। നമുക്ക് ലഭിച്ച നന്മയുടെ അളവ് തീരെ കുറവാണോ, അവയോർത്ത് സ്തോത്രം പറയാൻ, കർത്താവേ എനിക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കായി നന്ദിയപ്പാ. हमारे अच्छे कर्मों का परिणाम अगर हमें थोड़ा सही मिले तो इन परिणामों का थोड़ा परमेश्वर का धन्यवाद करें। അത്ഭുതങ്ങൾ നടക്കുന്നതിന് മുമ്പ്
പുരുഷാരത്തിന് നടുവിൽ ദൈവത്തെ ആരാധിക്കുന്ന യേശുവിനെയാണ് കാണുന്നത്. चमत्कार होने से पहले उस भीड़ का सोच करके परमेश्वर ने धन्यवाद किया है, हम यहाँ देखते हैं. ആമേൻ. ആ പുരുഷാരത്തിന്റെ നടുവിൽ ദൈവത്തെ ആരാധിക്കുന്ന യേശു ക്രിസ്തു, उस भीड़ के बीच में यीशु मसीह ने परमेश्वर का आराधना किया. ആമേൻ. ആരാധനയും ദൈവത്തിന് മഹത്വവും കൊടുത്തതിന് ശേഷമാണ് അവിടെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. आराधना और यीशु मसीह को परमेश्वर को धन्यवाद देने के बाद ही वहाँ पे आश्चर्य कर्म हुआ. ഭീഡ് ആ വലിയ പുരുഷാരം തൃപ്തിയായതിനു ശേഷം ആരാധിക്കുവാൻ വളരെ ഈസിയാണ്. उनको बहुत बड़ी भीड़ जो थी वो उनको भोजन से तृप्त करने के बाद आराधना करना आसान था. യഹോശാഫാത്തിന്റെ ചരിത്രം നാം ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. यहोशाफात की इतिहास के बारे में हम पढ़ते हैं. ആമേൻ. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ശത്രുക്കൾ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുമ്പോൾ, वहाँ ऐसा लिखा हुआ है कि जब उसके शत्रु उसके सामने खड़े हुए थे, ആരാധനയ്ക്ക് വേണ്ടി ആരാധകരെ ആരാധനാലയത്തിൽ ഒരുക്കുന്ന യഹോശാഫാത്തിനെ 20-ാം അധ്യായത്തിൽ നമുക്കറിയാം 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിലുണ്ട്. हम जानते हैं कि उसके शत्रु के सामने ललकार रहे थे तो उसने आराधकों को अपने यहाँ इकट्ठा करके रखा था. हम पढ़ते हैं ദൈവത്തിന് മഹത്വം കൊടുത്ത യഹോശാഫാത്തിന് മുമ്പിൽ നിന്നാണ് വലിയ സേന ഓടിപ്പോകുന്നത്. हम जानते हैं कि अब परमेश्वर के आराधना करने वाले कुछ लोगों को सामने खड़ा कर करके उसके शत्रु को भगाने वाला एक पुरुष था यहोशाफात. ശത്രു വെല്ലുവിളിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന യഹോശാഫാത്ത്, जब शत्रु ललकार रहे थे तब परमेश्वर का धन्यवाद करने वाला एक पुरुष है यहोशाफात. നമുക്കറിയാം പൗലോസും ശീലാസും കാരാഗ്രഹം അടഞ്ഞു കിടക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. हम जानते हैं पौलुस और सिलास जेल में भी परमेश्वर का आराधना कर रहे थे. എത്രയോ ഉദാഹരണം വേദപുസ്തകം നോക്കുമ്പോൾ ആമേ വഴികളെല്ലാം അടഞ്ഞു കിടക്കുമ്പോഴും മഹത്വം ദൈവത്തെ കൊടുക്കുന്ന അനേക വിശുദ്ധന്മാരെ വേദപുസ്തകം പരിചയപ്പെടുന്നുണ്ട്. ऐसे कई सारे उदाहरण पवित्र शास्त्र में दिए हुए हैं कि जब रास्ते सामने बंद थे, मार्ग नहीं था, तब भी परमेश्वर का धन्यवाद किए हुए लोग. ഇന്ന് രാവിലെ ശ്രദ്ധിക്കണമേ, ആമേ കയ്യിലുള്ള അല്പം എടുത്ത് നാം കർത്താവിന് സ്തോത്രം ചെയ്യാൻ പോകുകയാ. आज के दिन परमेश्वर को जो जितने भी हाथ में है हमारे, उन बातों को सोच के परमेश्वर का धन्यवाद करें. കർത്താവേ, നീ എന്റെ കയ്യിൽ ഇത്രയെങ്കിലും നൽകിയല്ലോ കർത്താവേ. ആമേ നന്ദി. കാരണം ഇത് ശൂന്യ പ്രദേശം, നിർജ്ജന പ്രദേശമായിരുന്നു. ഇവിടെ നീ എനിക്ക് നൽകി ഈ ആഹാരത്തിനായി സ്തോത്രം. क्योंकि अगर हमारे हाथ में भले एक छोटी सी चीज है, पर उन थोड़ी चीजों का सोच करके परमेश्वर को आज धन्यवाद करेंगे. ആമേ വന്നത് നിർജ്ജന പ്രദേശത്താണ്. हम आए हैं एक मरुभूमि में हैं. ആമേൻ. അവിടെ ആരുമില്ലാത്തിടത്തേക്കാണ് കർത്താവ് വന്നത്. वहाँ पे हमें कोई नहीं है, कोई जनसंख्या कोई नहीं है, ऐसी जगह में परमेश्वर ने भेजा है. അവിടേക്ക് ഒരു വലിയ പുരുഷാരത്തെ കർത്താവ് കൊണ്ടുവന്നെങ്കിൽ, अगर उस मरुभूमि में अगर बहुत ही बड़ी भीड़ को परमेश्वर लाया है तो ഈ പുരുഷാരത്തിന് ആമെ തൃപ്തിപ്പെടുത്തുവാനുള്ള ആഹാരം ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള വലിയ വിശ്വാസത്തോടെ കയ്യിൽ ആ അപ്പം എടുത്ത് കർത്താവ് നന്ദി പറയുകയായിരുന്നു. बहुत बड़ी भीड़ को भोजन से तृप्त कराने वाला परमेश्वर भी है, ऐसा विश्वास करने वाला यीशु मसीह परमेश्वर को धन्यवाद किया. ഇന്ന് പറയാമോ, കർത്താവേ ഈ ബാലന്റെ അപ്പത്തിനായി സ്തോത്രം. आज के दिन पर यीशु मसीह कह रहा है कि प्रभु इस बालक के भोजन के धन्यवाद. ആദ്യം നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയട്ടെ. सबसे पहले हमारा दिल धन्यवाद से भरने पाए. ആമേ. പിന്നെ ആമേ നമ്മുടെ ഹൃദയം നന്ദിയാൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ കുട്ടകൾ ആമേ അപ്പം കൊണ്ട് നിറയും. अगर हमारा दिल धन्यवाद से भरेगा, हमारी जुबानों से धन्यवाद निकलेगी तो वो कोठरियां भर जाएंगी. ദൈവത്താൽ ലഭ്യമായത് എല്ലാത്തിനും നന്ദി പറയണം. अगर जो भी बातें हो सके उन सारी बातों में परमेश्वर का धन्यवाद करें. ആമേ. കയ്യിൽ ലഭിക്കുന്ന എല്ലാത്തെയും ഉയർത്തി കർത്താവിന് സ്തോത്രം പറയണം. हाथ में मिले सारी चीजों को उठाकर परमेश्वर का धन्यवाद ഇപ്പോൾ करें. ദൈവത്തിന് വാഗ്ദത്തമുണ്ടല്ലോ. കർത്താവേ, ആമേ, സാറേ, അബ്രഹാമേ, നിനക്കൊരു മകൻ ലഭിക്കും. അതെ, ആ വാഗ്ദത്തത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയ പിതാക്കന്മാരെയും ആണ് നാം വേദപുസ്തകത്തിൽ കാണുന്നത്. अभी इसहाक उत्पन्न हुआ नहीं है, लेकिन उसकी प्रतिज्ञा को लेकर के परमेश्वर का धन्यवाद करने वाले लोग इतिहास हम बाइबल में पढ़ते हैं. നിരവധി വാക്യങ്ങൾ ആമേൻ ഇന്ന് രാവിലെ സംസാരിക്കാൻ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും കടന്നു പോകാതെ ആമേൻ നമുക്ക് അല്പം കർത്താവിനെ സ്തുതിപ്പാൻ വേണ്ടി നമുക്ക് സമയത്ത് വേദനിക്കാമോ? कई सारे आयतें मेरे बीच में मैं रखा हूँ, लेकिन आज समय के व्यतीत के चलते मैं आपके सामने ना रख के परमेश्वर का धन्यवाद करने के लिए कुछ समय निकालूंगा. പുരുഷാരത്തിന് നടുവിൽ ആ ബാലന്റെ അപ്പം എടുത്ത് നിൽക്കുന്ന യേശുവിനെ നമ്മുടെ ആത്മീയ ദൃഷ്ടിയിൽ കാണാം. अब अपनी आत्मिक नजरों से ये देखें कि उस बहुत बड़ी भीड़ के बीच में यीशु मसीह परमेश्वर का धन्यवाद कर रहे हैं. ആമേൻ. അയ്യോ, ഇത്രയേ ഉള്ളല്ലോ, ഇതെന്തിന്? ആമേ, ഇത് പോരല്ലോ. ആമേ, ഈ പുരുഷാരത്തെ കൊണ്ടുവന്ന കർത്താവ് എന്തുകൊണ്ട് ആമേൻ ഒരു വലിയ നന്മ കൂടെ ഒരുക്കിയില്ല? ഇങ്ങനെയൊന്നും പറഞ്ഞ് ആമേ ചോദ്യം ചെയ്ത് പിറുപിറുക്കാതെ, മറുചോദ്യങ്ങളൊന്നും ചോദിക്കാതെ ആമേൻ ആ ലഭ്യമായ നന്മയെടുത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തി സ്തോത്രം ചെയ്യുന്ന യേശുവിന്റെ വലിയ ആമേ ചിത്രത്തെ ഇന്ന് രാവിലെ ആത്മദൃഷ്ടിയിൽ നമുക്കൊന്ന് കാണാം.
हमारे हाथों में क्या ही है, इतने से क्या होगा, इसमें से इस बड़ी भीड़ का कुछ नहीं होने वाला है, और भोजन को कहाँ से लाएंगे, इस मरुभूमि में इतनी भीड़ को लाया, आगे क्या होगा, ये सब बातें भूल करके समय व्यतीत करने के बजाय परमेश्वर यीशु मसीह उन थोड़ी चीजों का लेकर के परमेश्वर का धन्यवाद करते हुए आज के दिन आत्मा में नजरों से देखें। നാം വായിക്കുന്നു, കർത്താവ് സ്തോത്രം ചെയ്ത് നുറുക്കി ശിഷ്യന്മാർക്കും ശിഷ്യന്മാർ ആ അത്ഭുതത്തെ പുരുഷാരത്തിനും കൈമാറുന്നു. हम आप पढ़ते हैं कि यीशु मसीह ने धन्यवाद करके रोटी तोड़ी और अपने चेलों को दिया और चेलों ने आगे भी बांटा। നാം സ്തോത്രത്തോടെ ഈ അപ്പത്തെ കയ്യിലെടുക്കുന്നെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരും അത്ഭുതങ്ങളെ വഹിപ്പാൻ പര്യാപ്തരാകും. अगर हम धन्यवाद के साथ अगर अपनी इस चीजों का धन्यवाद करेंगे, उस रोटी का धन्यवाद करेंगे, तो हमारे साथ खड़े हुए लोगों के साथ भी आश्चर्य कर्म होने पाएंगे। ഈ നിർജ്ജന പ്രദേശത്ത് നാം നിരാശയോടെ മടങ്ങുകയില്ല. इस मरुभूमि में हम दुख के साथ वापस नहीं जाएंगे। ആമേ യോഹന്നാൻ സ്നാപകന്റെ മരണവാർത്ത അറിഞ്ഞ് ദുഃഖത്തോടെ വന്നു, ശരിയാ. പക്ഷേ പിതാവിന് മുമ്പാകെ സമയത്തെ വേദനിച്ചപ്പോൾ പുരുഷാരം തേടി വന്ന് ആമേ നിർജ്ജന പ്രദേശം ആമേ ജനനിമിടമായി ഒരു വലിയ അത്ഭുതമായി മാറിയെങ്കിൽ നീ മടങ്ങിപ്പോകുമ്പോൾ നീ ചെയ്ത അത്ഭുതങ്ങൾ അവ വരും തലമുറ ആമേ കണ്ടും കേട്ടും അതിൽ നിന്ന് വലിയ ആത്മിക സന്ദേശം ഗ്രഹിക്കത്തക്കവണ്ണം നീ അത്ഭുതമായി മാറും. ആമേ ഏകാന്തയോർത്ത് നിന്ന് ഭാരപ്പെടേണ്ട. പറയാൻ കർത്താവേ, ഈ നിർജ്ജന പ്രദേശത്തിനായി സ്തോത്രം പറയാമോ? ദൈവം അത്ഭുതങ്ങൾ ചെയ്യുവാൻ ഇന്നും ആമേ നമ്മുടെ മുമ്പാകെ അത്ഭുതം ചെയ്യുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. उस एकांत जगह में यीशु मसीह के मन में जब बातें दुख के साथ चल रही हैं, यूहन्ना बपतिस्मा देने वाले की हत्या हो चुकी है, उन बातों के बीच में मरुभूमि में बहुत ही बड़ी भीड़ उसके बीच में है, उसके बीच में परमेश्वर का धन्यवाद किया और यीशु मसीह को सोच करके परमेश्वर का सारे उपकारों के लिए आज धन्यवाद करे. ആമേ ആത്മിക ദൃഷ്ടി പ്രകാശ ദൈവത്തിന്റെ ഭക്തന് ലഭിക്കുന്ന എല്ലാം നന്ദി പറയുവാനേ ഉള്ളൂ. എല്ലാത്തിനും നന്ദി പറഞ്ഞിരിക്കണം. हमारे हाथों में हमारे पास जो भी है, थोड़ी बहुत ही चीजें हैं, उन सारी बातों का परमेश्वर के लिए धन्यवाद करें. വെറുങ്കൈയോടെ ഈ നിർജ്ജന പ്രദേശത്തേക്ക് വന്നതാ. हम खाली हाथ इस मरुभूमि में आए थे. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, വെറുങ്കൈയോടെയാണ് ഈ നിർജ്ജന പ്രദേശത്തേക്ക് വന്നത്. मैं फिर दोहराना चाहूंगा कि हम खाली हाथ इस मरुभूमि के सफर में निकले हैं. കർത്താവേ, നീ എന്നെ മരുഭൂമിയിൽ നിർജ്ജന പ്രദേശത്ത് നീ നൽകിയ നന്മയ്ക്കായി നന്ദി. परमेश्वर इस मरुभूमि के बीच में हमारे हाथ में ये थोड़ी बहुत चीजों को देने के लिए भी प्रभु धन्यवाद. ആമേ കർത്താവേ, നീ എന്റെ കയ്യിൽ നൽകിയ ഈ അപ്പത്തിനായി സ്തോത്രം. प्रभु मेरे हाथ में दिए हुए रोटी के लिए धन्यवाद. ഈ രണ്ട് മീനിനായി സ്തോത്രം ചെയ്യുന്നു. ये दो रोटियों के लिए, मैं दो मछलियों के लिए मैं धन्यवाद करता हूँ. നിറഞ്ഞ ഹൃദയമായി സ്വർഗ്ഗത്തിലേക്ക് കണ്ണുയർത്തിയ കർത്താവിന്റെ കരങ്ങളിൽ ആ ബാലന്റെ അപ്പത്തിന്റെ കഷണങ്ങൾ അത്ഭുതത്തിന്റെ കുട്ടകളായി മാറുകയാ. इन आंखों में प्रभु परमेश्वर का धन्यवाद से भरा हुआ आंख देख करके स्वर्ग की ओर देखने वाला यीशु मसीह के हाथों में टोकरियों की उन रोटियों की गिनतियां बढ़ने ही लगी. എല്ലാ നന്മകൾക്കായി ഇന്ന് രാവിലെ ഹൃദയം നിറഞ്ഞു പറയാം, തുറന്നു പറയാം, കർത്താവേ നന്ദി. ഈ 2026 ജനുവരി മാസത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് നാം എത്തിക്കൊണ്ടിരിക്കുന്നു. നന്ദി പറയാമോ കർത്താവേ, നീ എന്നെ നടത്തുന്ന വലിയ അത്ഭുതങ്ങൾക്കായി നന്ദി. अपने जीवन में जितने भी उपकार हुए हैं आज के दिन परमेश्वर का धन्यवाद करें. प्रभु का धन्यवाद करें कि 2026 के जनवरी महीने के आखिरी दिन आने वाले हैं. उन सारी इन दिनों में परमेश्वर के सारे उपकारों को याद करके परमेश्वर को हम धन्यवाद करें. നമ്മൾ യാത്ര ആരംഭിച്ചപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു നാം 2026 പ്രവേശിക്കുമെന്ന്. जब हमने यात्रा अपनी शुरू की थी तो हमने सोचा नहीं था कि इस 2026 इस साल में हम प्रवेश करेंगे. ആമേൻ. നമുക്ക് ആമേൻ നാം അറിഞ്ഞുകൂടായിരുന്നു, നമുക്ക് അറിയത്തില്ലായിരുന്നു ആമേൻ നാം ഈ ശുശ്രൂഷ ഇതുവരെ എത്തുമെന്ന്. हमें नहीं पता था कि हम इस सेवकाई में यहाँ तक आएंगे. ആമേൻ. നമുക്ക് ആമേൻ ഒരു ബോധ്യവുമില്ലായിരുന്നു ആമേൻ നമ്മുടെ നന്മകൾ ഇത്ര അധികം വർദ്ധിക്കുമെന്ന്. हमें जरा सा भी हमको पता नहीं था कि हमारी दया की गिनती इतनी बढ़ जाएगी. ആമേൻ. ലഭിച്ച എല്ലാ നന്മകളെയും ഓർത്ത് ഇന്ന് രാവിലെ ഹൃദയം തുറന്ന് പറയാൻ, ദൈവമേ എനിക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കായി നന്ദി. हम हमारे ऊपर जितनी भी कृपा डेली गई है, उन सारे बातों को सोच के, उन सारे धन्यवादों को सोच करके हमारे दिल से परमेश्वर को धन्यवाद निकलने पाए. ആമേൻ. ദൈവമക്കളെ, ഞാൻ ഹൃദയം തുറന്ന് പറയുന്നു, ശ്രദ്ധിച്ച് കേട്ടാട്ടെ. കർത്താവേ, എന്റെ ഒരപ്പമല്ലല്ലോ, നീ എന്റെ കയ്യിൽ ഈ 5 അപ്പം നൽകിയതിനായി സ്തോത്രം. परमेश्वर को आज के धन्यवाद करे. प्रभु मेरे हाथ में 1 रोटी नहीं, प्रभु आपने 5 रोटी दिया. धन्यवाद यीशु राजा. ആമേൻ. കർത്താവേ, നീ എന്റെ കയ്യിൽ വെറും റൊട്ടി അല്ലല്ലോ കർത്താവേ, ആ കൂടെ 2 മീനും കൂടെ നൽകിയല്ലോ കർത്താവേ, നന്ദി പറയുന്നു. मेरे हाथ में सिर्फ रोटी ही नहीं प्रभु, आपने मछलियां भी दी. दो प्रभु धन्यवाद. രാവിലെ
ആമേൻ. നന്ദിയോടെ നമുക്ക് ദിവസം ആരംഭിക്കാം. हम आज के दिन धन्यवाद के साथ अपने दिन को शुरुआत करेंगे। ഈ പകൽ നമുക്കൊരു അത്ഭുതമായി മാറുകയാ. आज के दिन हमारे लिए अद्भुत कार्य होने पाएगा। നിശ്ചയമായും നാം ഈ 2 മീൻ എടുത്ത് സ്തോത്രം ചെയ്യുമ്പോൾ ഇത് പുരുഷാരത്തിന് മുഴുവൻ ഭക്ഷിക്കത്തക്ക രീതിയിൽ ദൈവം അത്ഭുതം നടത്തുകയാ. निश्चित रूप से अगर हम इन 2 मछलियों को लेकर परमेश्वर का धन्यवाद करेंगे तो ये बहुत ही बड़ी भीड़ एक आश्चर्य कर्म का कारण बन जाएगा। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। ഹൃദയം നിറഞ്ഞു പറയാമോ നന്ദിയപ്പാ? अपने दिल को खोल करके परमेश्वर को धन्यवाद करे। ഹൃദയം നിറഞ്ഞവരെ പറയാൻ കർത്താവേ നന്ദി പറയുന്നു. കർത്താവേ, दिल हमारा धन्यवाद से भरने पाए, परमेश्वर को धन्यवाद करे। ഹൃദയം നിറഞ്ഞു കവിയട്ടെ. हमारा दिल धन्यवाद से भरने पाए। ലഭിച്ച എല്ലാത്തിനായി നന്ദി പറയാം. हमें मिले हुआ सारी चीजों का धन्यवाद करे। എല്ലാ നന്മകൾക്കായി സ്തോത്രം ചെയ്യാം. सारी कृपा के लिए धन्यवाद करे। ലഭിക്കാതിരുന്നവയെ ഓർത്ത് ആമേ ദൈവത്തോട് ഒരു ചോദ്യവും ചോദിക്കാതെ കർത്താവേ നീ എനിക്ക് നൽകിയല്ലോ, നന്ദി 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 നന്ദി. जो चीज हमें नहीं मिली है इन बातों को सोच के प्रश्न करने की बजाय जितनी बातें हमें मिली हैं उन सारी बातों को परमेश्वर का सोच के धन्यवाद करें। പുരുഷാരത്തിന് നടുവിൽ കയ്യിലൊരു ബാലന്റെ അപ്പവുമായി എടുത്ത് നന്ദി പറയുന്ന കർത്താവ്, സ്തോത്രം ചെയ്യുന്ന കർത്താവ് നമുക്കെല്ലാവർക്കും ആ വലിയ ഉദാഹരണമായി ആ പുരുഷാരത്തിന് നടുവിൽ യേശു കയ്യിൽ അപ്പം എടുത്ത് പിതാവിനോട് നന്ദി പറയുകയാ. उस बहुत ही बड़ी भीड़ के बीच में, समस्याओं के बीच में एक यीशु मसीह जब खड़ा है, धन्यवाद कर रहा है, तुम्हारे हमारे लिए एक आदर्श, हमारे लिए उदाहरण का कारण है परमेश्वर। പറയാൻ കർത്താവേ ഈ അപ്പത്തിനായി നന്ദി. परमेश्वर का धन्यवाद करे प्रभु, इन रोटियों के लिए धन्यवाद। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। അത്ഭുതം നടക്കേണ്ടതിന് ശേഷം ഞാൻ നന്ദി പറയാം എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ ഇപ്പോ നിന്റെ കയ്യിൽ ഒരു ബാലന്റെ അപ്പമേ ഉള്ളൂ. ഓ ഹല്ലേലൂയ, യെസ് കർത്താവേ നന്ദി എല്ലാ നന്മകൾക്കായി. अद्भुत कार्य होने के बाद मैं धन्यवाद करूंगा इन बातों को सोचे बजाय जितनी बातें हमें अभी मिली हैं उन बातों को सोच के परमेश्वर का धन्यवाद करें। യോഹന്നാന്റെ മരണം നമ്മുടെ ശുശ്രൂഷ അവസാനമല്ല. यूहन्ना बपतिस्मा देने वाले की मृत्यु हमारे सेवकाई का अंत नहीं है। ഹെരോദാവിന്റെ വാളിനെ കണ്ട് നാം ഈ ശുശ്രൂഷ നിർത്തി തിരിച്ചു പോകുന്നവരല്ല. हेरोदेस की धमकी और तलवार देख करके हम सेवकाई छोड़ने वाले नहीं हैं। ആമേൻ. ഇന്ന് രാവിലെ നാം മരുഭൂമിയിൽ ദൈവത്തിന് സ്തോത്രം പറയും. आज के दिन हम मरुभूमि में परमेश्वर का धन्यवाद करेंगे। നാം വീണ്ടും അത്ഭുതങ്ങളെ ചെയ്യും. हम दोबारा परमेश्वर के अद्भुत कार्य करेंगे। നാം നിരാശയോടെ ശുശ്രൂഷ നിർത്തി അവസാനിച്ച് തിരിച്ചു പോകുകയില്ല. हम निराशा के साथ अपनी सेवकाई खत्म करके वापस नहीं जाएंगे। നാം ഒരു അത്ഭുതമായി മാറും. हम एक अद्भुत कार्य बनेंगे। 2026 നമ്മുടെ ദിവസത്തിന്റെ ഓരോ ദിവസങ്ങളും അത് സംഭവിക്കും. हम इस 2026 के साल में हर एक दिन में परमेश्वर का अद्भुत कार्य होगा। ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। എല്ലാ ദേവദാസന്മാരെ ദൈവം ബലപ്പെടുത്തട്ടെ. सारे प्रभु के दासों को प्रभु बलवंत करे। ആമേൻ. നമുക്കറിയാം പലപ്പോഴും പലരും വലിയ ഞെരുക്കത്തിലൂടെ യാത്ര ചെയ്യുന്നവരാണ്. हम जानते हैं कि कई सारे समय पे बहुत ही कठिनाई से लोग गुजर रहे हैं। ആമേൻ. ദൈവത്തെ വേല ചെയ്യുന്നവർക്കറിയാം പലപ്പോഴും കരങ്ങൾ കാലിയാകുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. प्रभु के जो सेवकाई करते हैं उनको यह अनुभव है कि कई बार अपने हाथ में कुछ नहीं होता। ആവശ്യങ്ങളുടെ ലിസ്റ്റ് വലിയതായിരിക്കുമ്പോൾ കയ്യിൽ ചിലപ്പോൾ ഒരു ബാലന്റെ അപ്പം മാത്രം എടുത്ത് പലപ്പോഴും നാം ആമേൻ ദൈവത്തിന് സ്തോത്രം പറയാറുണ്ട്. जिन चीज की कमी है उनकी गिनती बहुत ज्यादा होती है और हाथ में जो है वो बहुत कम होता है। ദൈവാസന്മാർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. प्रभु के दासों को मैं धन्यवाद करता हूँ। ദൈവദാസിമാർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. प्रभु के दासियों का मैं धन्यवाद करता ദൈവത്തിന്റെ हूँ। പൈതലേ ആമേൻ. നാം എല്ലാത്തിനും സ്തോത്രം ചെയ്യാം. हमारे भाइयों हम परमेश्वर का धन्यवाद करें। നാം ലോകക്കാരെ പോലെ അല്ലാത്തതിനായി സ്തോത്രം പറയാം. हम संसार के लोग की तरह नहीं है। ജീവിതത്തിന്റെ സകല ഘട്ടങ്ങളിലും ദൈവത്തിന് സ്തോത്രം പറയുന്നവരാണല്ലോ. हम अपने जीवन के हर एक मोड़ पर परमेश्वर का നാം धन्यवाद करेंगे। ഞെരുക്കത്തിലും വിശാലതയിലും സമൃദ്ധിയിലും എല്ലാം നമ്മിൽ നിന്ന് ആരാധന ഉയരട്ടെ. हम कठिनाइयों में, उन्नति में, हर एक भाग में जीवन के हम परमेश्वर का धन्यवाद करेंगे। നിശ്ചയമായും നാം ഈ മരുഭൂമിയിൽ അത്ഭുതം ചെയ്തേ മടങ്ങൂ. निश्चित रूप से हम इस मरुभूमि में धन्यवाद करके ही वापस मुड़ेंगे। നാം ഈ മരുഭൂമിയിൽ നിർജ്ജന ദേശത്ത് വലിയ അത്ഭുതമായി മാറും. बहुत ही बड़ी एक आश्चर्य कर्म होके हम मरुभूमि में जाएंगे। ഹല്ലേലൂയ. हालेलुया। ഇത് നമ്മളെല്ലാവരും സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। ഈ സന്ദേശം എല്ലാവർക്കും ഒരു ബലമായി മാറട്ടെ. ये संदेश सबके लिए एक बलवंत होने का कारण ഈ होने പകൽ पाए। മുഴുവൻ നമുക്ക് ഈ വാക്യം നമ്മുടെ ധ്യാന വിഷയമായിരിക്കട്ടെ. आज के दिन ये हमारा वचन परमेश्वर के ध्यान में होने पाए। പുരുഷാരന്റെ കയ്യിൽ ഒരു ബാലന്റെ അപ്പവുമായി സ്തോത്രം ചെയ്യുന്ന ആരാധിക്കുന്ന
നമ്മുടെ നസ്രയനായ കർത്താവ് एक बहुत बड़ी भीड़ के बीच में हाथ में कुछ बालक की रोटियों को लेकर के परमेश्वर का धन्यवाद करने वाले यीशु मसीह നിങ്ങൾ എല്ലാവരും സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे. അവസരം ദൈവാസമാർക്ക് വേണ്ടി നന്ദി പറയുന്നു. हमें अवसर दिए हुए दासों का मैं धन्यवाद നമ്മൾ करता हूँ. തമ്മിൽ തമ്മിൽ പ്രാർത്ഥന ഓർക്കാം. हम आपस में प्रार्थना में याद रखेंगे. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. परमेश्वर हमारी सहायता करे. ആമേൻ आमेन. ആമേൻ ആമേൻ ആമേൻ.